ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഈ പൂരങ്ങൾ വെടികളുടെ സീസൺസ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അവിടെ ഇന്ന് രാമശ്ശേരി കുമ്മാട്ടിയാണ്. സോ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ദിവസം, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി വേല കാണാൻ പോകുന്ന ദിവസം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. അപ്പോൾ അനുവും ഞങ്ങളുടെ കൂടെ ചേർന്നു. അപ്പോൾ ഞങ്ങളൊക്കെ റെഡിയായി റോട്ടിൽ കഥയും പറഞ്ഞിട്ട് പോകുന്ന രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു റോട്ടിൽ തന്നെ. നടക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു വെച്ചാൽ ഭയങ്കര വണ്ടികളൊക്കെ വന്ന് ഭയങ്കര കൺജസ്റ്റിംഗ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ വിജിലംബിച്ച് കിടക്കുന്നു. പക്ഷേ അത് കുറച്ച് നേരം കഴിഞ്ഞ് വെച്ചാൽ അടിപൊളിയാവും. പിന്നെ അത്യാവശ്യം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ലൈറ്റിങ്ങും സെറ്റിങ്സും ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ലൈറ്റിങ്സ്. പിന്നെ മഞ്ഞ ഹായ് പറഞ്ഞിട്ടൊക്കെ കയറി വരുന്നുണ്ട്. പിന്നെ അവരങ്ങനെ അപ്പുറത്ത് ടെറസിൻ്റെ മുകളിൽ ക്രൗഡായതുകൊണ്ട് പിന്നെ അങ്ങനെ വേല വരാൻ തുടങ്ങി. 2 വേലയാണ് ആക്ച്വലി ഉള്ളത്. അപ്പോൾ ഇതാണ് ആ കുമ്മാട്ടിയുടെ അവർ ചെയ്യുന്ന ആചാരങ്ങൾ. പിന്നെ തെയ്യത്തിൻ്റെ കുറച്ച് മോഡൽസ് കാര്യങ്ങളിൽ വെച്ചിട്ട് അവർ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഗൈസ്. അത് കഴിഞ്ഞ് സമയത്ത് അവരുടെ ഡാൻസും ഉണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഓരോ അങ്ങനെ വേലകളും, അതായത് ചെണ്ടമേളം, ബാൻഡ് സെറ്റ്, ശിങ്കാരിമേളം, അങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഞങ്ങളൊക്കെ അതൊക്കെ വീഡിയോസ് എടുത്ത് കണ്ട് എങ്ങനെയാണെന്ന് എല്ലാവരും ഭയങ്കര കളിയും തകർപ്പൻ ഡാൻസും, ചെറിയ ചെറിയ കുട്ടികളടക്കം എല്ലാവരും വന്നിട്ടുണ്ട്. ആക്ച്വലി അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കാണില്ല. പിന്നെ അതിൽ പോപ്പർ പൊട്ടിച്ചു. അപ്പോൾ അത് കാണാൻ ഭയങ്കര രസം. അങ്ങനെ പറന്ന് നല്ല രസമുണ്ട് അത് കാണാൻ. അതിനുശേഷം അടുത്ത തെയ്യത്തിൻ്റെ ഒരു ബാച്ചായിരുന്നു. അവർ ഭയങ്കര എനർജറ്റിക്കായിരുന്നു. ഭയങ്കര കളി പറഞ്ഞാൽ ഒന്നരക്കായിരുന്നു. അതിനുശേഷം നെയ്യാണ്ടി മളം, അങ്ങനെ ഓരോ വേലകൾ വരാൻ തുടങ്ങി. പിന്നീട് നമ്മുടെ ഈ ലൈറ്റ് സെറ്റിങ്സൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ പുലി പറന്ന് വരിക, ആന വരിക, അതിലൊക്കെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഓരോ വേഷങ്ങൾ ഇങ്ങനെ കളിച്ചിട്ട് വരിക. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു അടിപൊളി ഫീലിങ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ കരിവേഷങ്ങൾ കെട്ടിയിട്ട് അവർ ഡാൻസ് കളിക്കുക, ഓരോ കൂകലും പാട്ട് പാടലും അങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ താരമാണ് ആന. അപ്പോൾ പാമ്പാടി രാജനായിരുന്നു നല്ല തലയുയർത്തി നിൽക്കുന്ന മനുഷ്യൻ. അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ. നല്ല ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അവരുടെ കൂടെ തന്നെ വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. ആക്ച്വലി അവരുടെ പേര് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അവർ 2 പേരും കൂടി ആളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആന. അപ്പോൾ ആനൻ്റെ മുകളിൽ കയറണം എന്നുള്ളതൊക്കെ ഭയങ്കര അധികം ആഗ്രഹമാണ്. പക്ഷെ എനിക്ക് പറ്റിയില്ല. അതിനുശേഷം ആന ഉള്ളിൽ കയറിയിട്ട് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അവിടെ തടമ്പ് മാറ്റുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ഫുള്ള് കൊട്ടും വൈബും ഡാൻസും. അപ്പോൾ ആനകൾ വന്നപ്പോൾ അവർ അതിൻ്റെ പാട്ടിന് അവരുടെ ഇത് ചെയ്യുക. പിന്നെ ഞങ്ങൾ എന്തൊക്കെയൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ടോപ്പിൽ കുറച്ച് അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ മുകളിൽ ഒരു ടോപ്പുണ്ട്, അവിടെ കയറി നിന്നു. അപ്പോൾ അത്യാവശ്യം കുറേ വീഡിയോസ് കാര്യങ്ങൾ, പിന്നെ അവിടെ നിന്ന് കുറേ എല്ലാ കാര്യങ്ങളും കാണാം. കാരണം താഴെ നിന്ന് ഒന്നുമേ കാണാൻ പറ്റില്ല. പിന്നെ അതിന് ശേഷം ഫുള്ള് വൈബായിരുന്നു. അടുത്ത വേല വന്നു, സെക്കൻഡ് വേലയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫുള്ള് വൈബായിരുന്നു. അതിൽ പക്ഷേ അത്യാവശ്യം നല്ല എനർജറ്റിക്കായിരുന്നു ഫസ്റ്റ് വേലിനേക്കാളും. അതിന് ശേഷം എൻ്റെ അടുത്തായിരുന്നു ഞാൻ നിന്നത്. പക്ഷേ അതൊരു നോട്ടം നോക്കിയപ്പോൾ ഞാൻ അപ്പുറത്ത് കൂടെ ചാടിയില്ല. അതിൽ സാക്ഷിയാണത്. കാരണം എൻ്റെ അടുത്ത് കൂടെ ആന കൊണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അതിൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. നമ്മൾ എന്തെങ്കിലും കാണിക്കുമ്പോൾ അറിയും ഗൈസ്. അതിനുശേഷം ശിവൻ്റെയും പാർവതിൻ്റെയും ഒരു വണ്ടി വേഷം. പിന്നെ മോഹൻലാലും ഒരു ലേഡിയും കൂടി കളിക്കണം പോലത്തെ ലാലേട്ടൻ അതിനുള്ളിൽ നിന്ന് പറഞ്ഞു തരും. അങ്ങനത്തെ ഒരു അവസ്ഥയും ഒരു വണ്ടി വേഷങ്ങളായിരുന്നു. പക്ഷെ നല്ല എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു ഒരു 2 പേരും. ശരിക്കും അങ്ങോട്ടേക്ക് ഭയങ്കര അടിപൊളിയായി കളിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ പറഞ്ഞു വെച്ചാൽ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അടുത്ത വേലയിലെന്ന് പറഞ്ഞു വെച്ചാൽ ഒരൊറ്റ ആന ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ വേലയിൽ 3 ആന ഉണ്ടായിരുന്നു, അടുത്ത വേലയിൽ 1 ആന ഉണ്ടായിരുന്നു. അപ്പോൾ അതുമ്പോഴേക്കും ഈ വന്ന ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിൽ കയറി. അപ്പോൾ ഇതിൽ എവിടേക്കോ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറഞ്ഞാണ്. എനിക്ക് ആനയെ എവിടെയാണുള്ളത് കാണുന്നില്ല സത്യം പറഞ്ഞാൽ. എല്ലാവരും അവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അതിൽ മെയിനായിട്ട് അതിൻ്റെ ലൈറ്റ് സെറ്റിങ്സ് ശരിക്കും നല്ല അത്യാവശ്യം അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങനെ ഒറ്റയാന ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈ രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം അവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവർ 3 കടയിൽ കിടന്നിട്ട് ഫുഡ് കഴിക്കുന്നു, അതായത് കാളാൻ കഴിക്കില്ലേ. അപ്പോൾ രമ്യ വന്നപ്പോൾ പാനിപ്പൂരി കഴിച്ചു. അത്യാവശ്യം അത് നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കാളാൻ മതി വന്നു. അച്ഛൻ കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ അച്ഛനെ കഴിച്ചപ്പോൾ അച്ഛന് ഇഷ്ടമായി. എന്നാൽ പിന്നെ അച്ഛനൊരു കാളാൻ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അച്ഛനും അത് കഴിച്ചിട്ടിരിക്കുക. പിന്നെ അനു കേക്ക് വാങ്ങിച്ച് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നു. നമ്മൾ എന്ത് വാങ്ങിച്ചാലും ഓടി വന്നേരും പാവം. പിന്നെ കുഞ്ഞ് ജ്യൂസ് കുടിച്ചു, അതും കുറച്ച് തന്നു. പിന്നെ ഞങ്ങൾ അൽവ പൊരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് റോട്ടിൽ കൂടെ കഥ പറഞ്ഞു പോകണം. ആക്ച്വലി ഞാൻ കുറേ കടയ്ക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചു. അവിടെ എത്തുമ്പോഴേക്കും നല്ല തല്ലായി ഗൈസ്.
അപ്പോൾ പിന്നെ വീട്ടുകാർ നിർത്തില്ലല്ലോ, അപ്പോൾ പിന്നെ എല്ലാവരും കൂടി വിളിച്ചിട്ട് വന്നു. പിന്നെ ഞങ്ങൾ റോഡിൽ കഥയും പറഞ്ഞിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ സ്ഥലത്ത് പോകാത്തതിൻ്റെ. പക്ഷെ കുഴപ്പമില്ല, ഞാൻ അടുത്ത പുതുശ്ശേരി പുതുശ്ശേരി വീട് വരുന്നുണ്ടല്ലോ, അതിന് തീർക്കാമെന്ന് പറഞ്ഞ് ഞാനതിന് വിട്ടു ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാം കുറേ നേരത്തെ ശേഷം 11 മണിയായി വീടത്തെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. പക്ഷെ അതൊക്കെ വീട്ടിൽ വന്ന് കഴിക്കാൻ പറ്റില്ല, പിറ്റേ ദിവസം കഴിച്ചു. പിന്നെ അതുപോലെ പൈനാപ്പിൾ. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.